എൻ്റെ സർജറി ഡേ ആണ് കേട്ടോ. രാവിലെ 9 മണിക്കാണ് സർജറി. സോ ഒരു 6 മണിക്കെങ്കിലും അഡ്മിറ്റ് ആവണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആസ്റ്റർ ഹോസ്പിറ്റൽ ഷാർജയിലെത്തി. എമർജൻസി റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരു 5-6 മന്ത് മുന്നേ ഞാൻ വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിലോ ആണ് കേട്ടോ ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്നത്. നെക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഴിയുള്ള ഭാഗം പോലെ ഇല്ലേ, അവിടെ ഒരു ബൾജിങ് പോലെയായിട്ട് ഫീൽ ചെയ്തു. അത് ഞാൻ സംസാരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും കഫ് ചെയ്യുമ്പോഴൊക്കെയാണ് മെയിനായിട്ട് കണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്തു, CT ചെയ്തു. CTയിൽ 4 സെന്റിമീറ്റർ വലിപ്പം ഉണ്ടെന്ന് കണ്ടു. കാൽസിഫിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു കേട്ടോ എനിക്ക് ട്യൂമർ ആണെന്ന്. കഴിഞ്ഞ് ബയോപ്സി ചെയ്ത് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോഴാണ് കേട്ടോ സമാധാനമായത്. തൈറോയ്ഡ് നൊഡ്യൂൾ ആയിരുന്നു. എൻ്റെ തൈറോയ്ഡ് ലെവൽസ് എല്ലാം നോർമൽ ആയിരുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡിനും കുഴപ്പമൊന്നുമില്ല. ഇതൊരു എക്സ്ട്രാ തൈറോയ്ഡ് പോലെ ഗ്രോ ആവുമായിരുന്നു. ഇത് ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ സർജറി മസ്റ്റായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഇത് ഡേഞ്ചറസ് ആവും. ആ സമയത്ത് സർജറിയും കോംപ്ലിക്കേറ്റഡ് ആവും. ആദ്യം ഓപ്പൺ സർജറിയാണ് പറഞ്ഞിരുന്നത്. ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതാണ് ആസ്റ്റർ ഹോസ്പിറ്റൽ ഷാർജയിലെ ഡോക്ടർ ഫാദി, ഓൺകോളജിസ്റ്റ് ആണ് ആള്. പറഞ്ഞത് നമുക്ക് എൻഡോസ്കോപ്പിക്കലി ബൈ ഓറലി ചെയ്യാം. അതാകുമ്പോൾ പുറമെ സ്കാർസ് ഒന്നും കാണില്ല. ചെയ്തന്നെ ഡിസ്ചാർജും ആവും, റിക്കവറി ടൈമും കുറവായിരിക്കും. അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു. പുറമെ ഈ കാണുന്ന ഒരു ഡ്രെയിൻ മാത്രമാണ് ഉള്ളത്. കഴുത്തിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്വെല്ലിംഗ് കുറയാൻ വേണ്ടിയിട്ട് ചുറ്റിരിക്കുന്നതാണ് കേട്ടോ. അണ്ടർ ജനറൽ അനസ്തേഷ്യ ആയിരുന്നു എനിക്ക് സർജറി. സോ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫാസ്റ്റിംഗ് ഫിനിഷ് ആയത്. അപ്പോഴും എനിക്ക് ക്ലിയർ ലിക്വിഡ്സ് മാത്രമേ കുടിക്കാൻ പറ്റുള്ളായിരുന്നു. 24 hours ക്ലിയർ ലിക്വിഡ്സ് മാത്രമായിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നിച്ചു ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കുടിക്കുവാണ്. ഇവനിങ് ഒരു 3 മണിയോട് കൂടി നമ്മൾ ഡിസ്ചാർജ് ആയി. ഡ്രെയിൻ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ചെസ്റ്റിലിട്ടിരുന്ന ട്യൂബ് റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 days കഴിഞ്ഞ് റിമൂവ് ആക്കാന്ന് പറഞ്ഞു. സോ ഇപ്പോൾ ഇത് 4th day ആണ് എൻ്റെ സർജറി കഴിഞ്ഞിട്ട്. 5th day ആയപ്പോൾ നമ്മൾ ഡ്രെയിൻ റിമൂവലിന് വേണ്ടിയിട്ടും ഫോളോപ്പിന് വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ നേരെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡ്രെയിനൊക്കെ റിമൂവ് ആക്കി. പക്ഷേ ഫുഡ് ഇപ്പോഴും കഴിക്കാൻ പറ്റില്ല. സെമി സോളിഡ് ഫുഡ് മാത്രമേ കഴിക്കാവൂ. ഒരു 1 week അങ്ങനെ തന്നെ പോട്ടെന്നാ ഡോക്ടർ പറഞ്ഞ്. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് എന്തിനാണ് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ അൺയൂഷ്വൽ ആയിട്ട് ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ അത് ചെറുതാണെന്ന് പറഞ്ഞിരിക്കരുത്. പ്ലീസ് ഡു വിസിറ്റ് ദ ഡോക്ടർ ആൻഡ് മേക്ക് ഷുവർ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, താങ്ക് യു.